നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതിപ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളാണ് നാം ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. ചൊവ്വയുടെയും ശനിയുടെയും ഒക്കെ ദോഷങ്ങൾ ഒരുമിച്ചില്ലാതാക്കുന്ന ശിവഭഗവാന്റെയും മുരുകന്റെയും ഒന്നിച്ചുള്ള ഒരു ക്ഷേത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാം. ശിവന്റെ ആജ്ഞയനുസരിച്ച് ഈ ഭൂലോകം നിയന്ത്രിക്കുന്നത് 9 മന്ത്രിമാരാണ്. സൂര്യൻ മുതലായ 9 നവഗ്രഹമൂർത്തികളും. സാധാരണയായി നവഗ്രഹങ്ങൾ ശിവക്ഷേത്രത്തിന്റെ ഈശാന കോണായ വടക്ക് കിഴക്ക് ദിശയിലാണ് എഴുന്നള്ളി അനുഗ്രഹം വർഷിക്കുക. എന്നാൽ ഇവരുടെ സ്ഥാനത്ത് മുരുകൻ കുടികൊണ്ട് ഭക്തരുടെ കുറവുകൾ പരിഹരിക്കുന്ന ഒരു ദിവ്യ ക്ഷേത്രം തമിഴ്നാട്ടിലുണ്ട്. കുംഭകോണത്തിനടുത്ത് കുന്തല്ലൂർ എന്ന സ്ഥലത്താണ് ഈ സവിശേഷതയാർന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഈശാന ദിക്കിലുള്ള പുണ്യതീർത്ഥക്കുളത്തിൽ ശ്രീ ലക്ഷ്മിയുടെ സ്വരൂപമായ സീതാദേവി നീരാടിയപ്പോൾ ദേവിയുടെ കൂന്തലിൽ നിന്നും ഏതാനും മുടികൾ വെള്ളത്തിൽ കൊഴിഞ്ഞു വീണു. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് കൂന്തല്ലൂർ എന്ന പേരുണ്ടായത് എന്ന് ജംബുകാരുണ്യ പുരാണത്തിൽ പറയുന്നു. ഭൂലോകത്ത് മൊത്തം ഭൂപ്രദേശവും ആദ്യകാലത്ത് ജംബു ദ്വീപമായിരുന്നു. അതിനാൽ ഞാവൽ ദ്വീപ് എന്ന് പൊരുളുണ്ട്. ഈ രീതിയിൽ സവിശേഷതയാർന്ന ഞാവൽ വൃക്ഷ വനമായിരുന്നു ഇവിടെ. ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ലോകത്തെ കാത്തുരക്ഷിക്കയാൽ ക്ഷേത്രത്തിലെ ശിവനെ ജംബുകേശ്വരൻ എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ മൂർത്തി ശിവഭഗവാനാണെങ്കിലും ശിവപുത്രനായ മുരുകന് ചൈതന്യമേറിയ സന്നിധി ഉള്ളതിനാൽ ഇത് മുരുകക്ഷേത്രമായിട്ട് ആണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് കീർത്തി നേടിയതും. ശ്രീ കാകഭൂണ്ട മഹർഷിയുടെ പ്രധാന ശിഷ്യനായ രോമ മഹർഷി അരിച്ചൊൽ എന്ന ആറിന്റെ തെക്കേക്കരയിൽ തപസ് അനുഷ്ഠിച്ചു വരുന്ന സമയത്ത് തന്നെ തേടി വരുന്ന ഭക്തർക്കെല്ലാം അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം തന്റെ അഷ്ടമഹാസിദ്ധിയാൽ രോമത്തിൽ നിന്നും സ്വർണം വരുത്തി അവർക്ക് നൽകി അദ്ദേഹം ഭക്തരുടെ ദാരിദ്ര്യം ശമിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ ശിവന്റെ തിരുവിളയാടൽ കാരണം സ്വർണം വരുത്തുന്ന അദ്ദേഹത്തിന്റെ സിദ്ധി ഫലിക്കാതെ പോയി. ഉടനെ തന്നെ രോമച മഹർഷി തന്റെ താടി അകറ്റി സ്നാനം മറന്ന് ഞാവൽക്കാടീശ്വരനെ, അതായത് ശിവഭഗവാനെ ദർശിക്കാൻ ചെന്നു. അപ്പോൾ ഗണപതിയും മുരുകനും മഹർഷിയെ അകത്ത് കടത്താതെ തടഞ്ഞു. തന്റെ തെറ്റ് മനസ്സിലാക്കി രോമജ മഹർഷി ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ തന്നെ ശിവനെ ധ്യാനിച്ചിരിക്കവേ അവിടെ ശിവൻ തന്റെ ദിവ്യ കൈലാസ രൂപഭാവത്തിൽ ദർശനമേകി മഹർഷിയെ അനുഗ്രഹിച്ചു. ക്ഷേത്രത്തിന്റെ ഈശാന ഭാഗത്ത് മഹർഷി ജീവസമാധി കൊണ്ടു. രാജഗോപുരമില്ലാത്ത ക്ഷേത്രത്തിന്റെ തോരണവാതിൽ അഥവാ കവാടം താണ്ടി അകത്ത് പ്രവേശിച്ചാൽ ആദ്യം എതിരേൽക്കുന്നത് പ്രത്യേക സന്നിധിയിലുള്ള സിദ്ധി ഗണപതിയാണ്. വടക്ക് ദിക്കായ ഈശാന ദിക്കിൽ നവഗ്രഹങ്ങൾക്ക് പകരം വള്ളി ദേവയാനി സമേതനായി മുരുകൻ എഴുന്നള്ളി അനുഗ്രഹം വർഷിക്കുന്നു. എതിരെ മുരുകനെ നോക്കിക്കൊണ്ട് ശനീശ്വരൻ ദർശനം നൽകുന്നുണ്ട്. ഗണപതിയെയും മുരുകനെയും തൊഴുതു പ്രാർത്ഥിച്ച ശേഷം ശിവസന്നിധിയിലെത്തിയാൽ ബലിപീഠവും നന്ദിദേവനെയും കാണാം. തെക്കോട്ടഭിമുഖമായി പ്രത്യേക സന്നിധിയിൽ പാർവതി ദേവി ആനന്ദവല്ലി എന്ന നാമധേയത്തിൽ എഴുന്നള്ളി ഭക്തരിൽ കാരുണ്യ വർഷാമൃതം ചൊരിയുന്നു. പുറത്തു കടന്ന് മഹാമണ്ഡപത്തിലെത്തിയാൽ അവിടെ ഗണപതി, മഹാവിഷ്ണു എന്നിവർ ദർശനമരുളുന്നു. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനിയും ചൊവ്വയും ചേർന്ന് നിൽക്കുകയോ ശനി ചൊവ്വയുടെ ദൃഷ്ടിയിലോ ഒക്കെ ഉള്ളവർക്ക് പല ദുരിതങ്ങൾക്കും പാത്രീഭൂതരാകേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ളതിന് അഗ്നിമാരുത യോഗം എന്നാണ് പറയുന്നത്. അപകടങ്ങളും അഗ്നി, വൈദ്യുതി, ജലം തുടങ്ങിയ കാരണങ്ങൾ മൂലം അപകടങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാം. ഇത്തരം ദോഷമുള്ളവർ ഈ ക്ഷേത്രത്തിലെത്തി ഒരു മഞ്ഞ സഞ്ചിയിൽ നാളികേരവും താമ്പൂലവും ദക്ഷിണയായി വെച്ച് മുരുകന് പുഷ്പാഞ്ജലി നടത്തി 3 പ്രദക്ഷിണം വെച്ച് മഞ്ഞ സഞ്ചി മുരുകന്റെ സന്നിധിക്ക് മുന്നിലുള്ള കൊടിക്കയറിൽ കെട്ടിവെച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച ഏത് ആവശ്യവും 3 മുതൽ 300 ദിവസത്തിനകം നിറവേറും എന്നാണ്. ഇത് നിസ്തർക്കമായ ഒരു വഴിപാടായിട്ട് ഭക്തർ അനുഭവ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ ശനി ചൊവ്വ ദോഷത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ശനിയാഴ്ച ചൊവ്വാഹോരയിലും ചൊവ്വാഴ്ച ശനിഹോരയിലും ഇവിടെ എത്തി മുരുകനും ശനീശ്വരനും അഭിഷേകം നടത്തി മാലയണിയിച്ച് ശനിക്ക് നീല വസ്ത്രവും മുരുകന് ചുവപ്പ് വസ്ത്രവും വഴിപാടായി നൽകി മുരുകന് ചുണ്ടലും മധുരപലഹാരവും ശനീശ്വര എള്ളുണ്ടയും നേദിക്കണം. ഈ വഴിപാടുകൾ ചെയ്ത ശേഷം പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം, വിവാഹഭാഗ്യം, പുതിയ വീട് എന്നിവയൊക്കെ ലഭിക്കും. ഒപ്പം മഹാവ്യാധികളും മാറുന്നു. ഒപ്പം ദാരിദ്ര്യം മാറി സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നു. ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവപരമായിട്ടുള്ള സത്യമാണ് ഇത്. ക്ഷേത്ര നഗരമായ കുംഭകോണത്തു നിന്നും നാച്ചിയാർ കോവിൽ വഴി പൂന്തോട്ടം എന്ന സ്ഥലത്തേക്കുള്ള പാതയിൽ
എരുവഞ്ചേരിക്ക് അടുത്തായിട്ടാണ് കൂന്തല്ലൂർ ജമ്പുകാരണ്യേശ്വര മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ ശനി ദോഷങ്ങൾക്കുള്ള ഏറ്റവും മികച്ച പരിഹാര കേന്ദ്രമാണ് ഇവിടം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.